question, 10th one. Integrate f of xy equal to x by y, f of xy equal to x by y over the region in the first quadrant, integrate f over the region in the first quadrant, bounded by the lines y equal to x, y equal to 2x, x equal to 1 and x equal to 2. Integrate f over the region in the first quadrant, bounded by the lines y equal to x, y equal to 2x, x equal to 1, x equal to 2. ഇപ്പോൾ നമ്മൾ x equal to 1 ഇത് x equal to 2 എടുക്കാം. x equal to 1, x equal to 2. ഫസ്റ്റ് ക്വാർട്ടറിലാണ് ചോദിച്ചേക്കുന്നത്. ഇനി നമുക്ക് y equal to xും y equal to 2xും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റുകൾ കാണാൻ വേണ്ടി നമുക്ക് x equal to 2x കൊടുത്താൽ 2x മൈനസ് x equal to 0, അല്ലെങ്കിൽ x is equal to 0. 0യിൽ മാത്രമേ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ. y equal to xും y equal to 2xും. അപ്പം നമ്മൾ ഇവിടുന്ന് വരയ്ക്കുവാണെങ്കിൽ നമുക്കറിയാം y equal to x ആണെങ്കിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതാണ്. ഇവിടെ നമുക്ക് 1 1ൽ മീറ്റ് ചെയ്യും, ഇവിടെയാണെങ്കിൽ 2 2ൽ മീറ്റ് ചെയ്യും. y equal to x. ഇനി y equal to 2x ആണെങ്കിൽ x 1 വരുമ്പം y 2 ആയിരിക്കും. ഇനി x equal to 2 വരുമ്പം അത് 4 ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ടോപ്പിൽ ഇങ്ങനെ പോകും. ഇതാണ് y equal to 2x, ഇത് y equal to x, ഇത് x equal to 2, ഇത് x equal to 1. അപ്പോൾ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനാണ്. y equal to x x equal to 1, x equal to 2. ഈ പോയിൻ്റ് 1 1, ഇത് 2 2, ഇത് 2 4, ഇത് 1 2. അപ്പം നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ട റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു റീജിയൻ, ഈ ഒരു ക്വാഡ്രിലാറ്റർ പോലെ ഇരിക്കുന്ന സാധനമേ ഒന്ന് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഈ ഒരു പോർഷൻ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഇത് y equal to 2. റീജിയൻ എപ്പോഴും നമ്മൾ ബൗണ്ടിങ് കേർവുകൾ എഴുതണം, എങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് x equal to 2, ഇത് x equal to 1. അപ്പോൾ 4 ലൈനുകളും നമ്മൾ വരച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ എക്സിന് അല്ലെങ്കിൽ വൈക്ക് നമ്മൾ വേരിയബിൾ ലിമിറ്റ് കൊടുത്തേ പറ്റുള്ളൂ അല്ലേ. ഇവിടെ കാരണം ഇത് വേരി ചെയ്താണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ അല്ലേ, ഇതാണ് നമ്മുടെ റീജിയൻ. അപ്പം നമ്മൾ റീജിയൻ്റെ വൈക്കാണ് വേരിയബിൾ ലിമിറ്റ് കൊടുക്കുന്നതെങ്കിൽ റീജിയൻ്റെ അകത്തുകൂടെ നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ അത് റീജിയനിൽ എൻ്റർ ചെയ്യുന്ന പോയിൻറ്റും ലീവ് ചെയ്യുന്ന പോയിൻറ്റും നമ്മളിങ്ങനെ ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ y എന്ന് പറയുന്നത് ഇവിടെ എൻ്റർ ചെയ്യുന്നത് എവിടെയാണ്? എക്സിലും. ലീവ് ചെയ്യുന്നത് 2xലും അല്ലേ. ഇവിടെ y equal to x, ഇവിടെ y equal to 2x. x എന്ന് പറയുന്നത് 1 തൊട്ട് 2 വരെ. x varies from 1 to 2. അത് ഇവിടുത്തെ ലൈൻ x equal to 1. ഇതിൻ്റെ അതായത് ഈ റീജിയൻ്റെ ലെഫ്റ്റ് വെർട്ടിക്കൽ ലൈൻ ഏറ്റവും ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ x equal to 1, ഏറ്റവും റൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ x equal to 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? y varies from x to 2x, x varies from 1 to 2. വൈയുടെ കിട്ടിയത് ക്ലിയർ ആണല്ലോ അല്ലേ. നമ്മൾ വെർട്ടിക്കൽ ലൈൻ റീജിയൻ്റെ അകത്തൂടെ വരയ്ക്കുമ്പം അത് ഇവിടെ എൻ്റർ ചെയ്യുന്നു. ഇവിടെ y equal to x ആണ്, ഇവിടെയാണ് ലീവ് ചെയ്യുന്നത്, ഇവിടെ y equal to 2x ആണ്. Therefore ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r f of xy dA is equal to integral 1 to 2 integral x to 2x. f of xy എന്ന് പറയുന്നത് x by y. നമ്മൾ ആദ്യം x to 2x എന്ന് പറയുന്നത് വൈയുടെ ആയതുകൊണ്ട് dy dx വരും, dy dx. അപ്പോൾ ആദ്യം നമുക്ക് y വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. y വെച്ച് ചെയ്യുമ്പം x കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ 1 to 2 x ഇൻറ്റു 1 by y ഇൻ്റഗ്രൽ ലോഗ് y ആണ്.
റേഞ്ച് എക്സ് തൊട്ട് 2x വരെ dx വരും. എക്സ് ലോഗ് വൈ റേഞ്ച് എക്സ് തൊട്ട് 2x വരെ വരും. അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ലിമിറ്റ് കാണാൻ പഠിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇനി ഇൻ്റഗ്രൽ 1 to 2 ഉണ്ട്. ഇൻ്റഗ്രൽ 1 to 2 എക്സ് ഇൻറ്റു ലോഗ് 2x മൈനസ് ലോഗ് എക്സ് വരും. ലോഗ് 2x മൈനസ് എക്സ്. ഇനി ലോഗ് എ മൈനസ് ലോഗ് ബി എ നമുക്ക് ലോഗ് എ ബൈ ബി എന്ന് എഴുതാമല്ലോ. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ്. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബൈ ബി ആണ്. സോ ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ 1 to 2 എക്സ് ഇൻറ്റു ലോഗ് 2x ബൈ എക്സ് എന്ന് എഴുതാമല്ലേ. ലോഗ് എ മൈനസ് ലോഗ് ബി നമുക്ക് ലോഗ് എ ബൈ ബി എന്ന് എഴുതാം. അതുകൊണ്ട് ലോഗ് 2x മൈനസ് ലോഗ് എക്സിന് നമുക്ക് ലോഗ് 2x ബൈ എക്സ് എന്ന് എഴുതാം. ഇനി ലോഗ് 2x ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ലോഗ് 2 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 എക്സ് ലോഗ് 2 dx. എക്സ് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എക്സ് ലോഗ് 2 എന്ന് വരും. ഇത് ലോഗ് 2 കോൺസ്റ്റൻ്റ് ആണ്. ഇനി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് സ്ക്വയർ ബൈ 2 റേഞ്ച് 1 to 2 എന്ന് വരും. അപ്പോൾ ലോഗ് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ ഇത് ലോഗ് 2 ഉണ്ട്. ലോഗ് 2 ഇൻറ്റു 3/2. അപ്പോൾ ആൻസർ 3/2 ലോഗ് 2 എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരു റിസൾട്ട് നമുക്ക് പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ്. ലോഗരിതം പഠിച്ചിട്ടുള്ള റിസൾട്ടാണ്. ലോഗ് എ മൈനസ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബൈ ബി. അവിടെ നമുക്ക് ലോഗ് 2x മൈനസ് ലോഗ് എക്സ് നമുക്ക് അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ലോഗ് 2x അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ലോഗ് 2x മൈനസ് എക്സ് ലോഗ് എക്സ് കൺസിഡർ ചെയ്യണം. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ പ്രൊഡക്റ്റ് റൂളൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിങ്ങനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എക്സ് പോയത് കൊണ്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി ആണെന്നുള്ളത് ഓർക്കുക. ബാക്കി സിംപ്ലിഫിക്കേഷൻ ഇവിടെ എളുപ്പമാണ്. 11th question. Integrate f of uv equal to, in terms of u and v ആണ് ഉണ്ടെന്നിരിക്കുന്നത്. Integrate f of uv equal to v minus root u over the triangular region cut from the first quadrant of the UV plane over the triangular region cut from the first quadrant of the UV plane over the triangular region cut from the first quadrant of the UV plane by the lines u plus v equal to 1. അപ്പോൾ ഇവിടെ യു വി പ്ലെയിൻ, അപ്പോൾ നമ്മൾ എക്സിനും വൈക്കും പകരം യുവും വിയും യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എക്സ് ആയിട്ട് നമ്മൾ യുവിനെ കൺസിഡർ ചെയ്യണം, വൈ ആയിട്ട് വിയെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇത് യു, ഇത് വി. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. യു പ്ലസ് വി ഈക്വൽ ടു 1. അപ്പോൾ യു 0 ആണ് എങ്കിൽ യു 0 എന്ന് പറയുമ്പോൾ വി 1 ആണ്. അപ്പോൾ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് 0, 1 ആയിരിക്കും. ഇവിടെ 1, 0യും, കാരണം ഏതെങ്കിലും ഒന്ന് 0 വരുമ്പോൾ മറ്റേത് 1 ആണ്. അപ്പോൾ ഈ ലൈനല്ലേ യു പ്ലസ് വി ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. യു പ്ലസ് വി ഈക്വൽ ടു 1 സോൾവ് ചെയ്യാൻ വേണ്ടി യുവിന് 0 കൊടുക്കുമ്പോൾ വി 1, വിക്ക് 0 കൊടുക്കുമ്പോൾ യു 1. അപ്പോൾ 0, 1ൽ കൂടെയും 1, 0ൽ കൂടെയും പാസ് ചെയ്യുന്ന ലൈനാണ് യു വി. അത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് അല്ലേ. ട്രയാങ്കുലർ റീജിയൻ കട്ട് ഫ്രം ദി ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഓഫ് ദ യു വി പ്ലെയിൻ. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ ഈ ലൈൻ വെച്ച് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ. ഇതൊന്ന് ഷെയ്ഡ് ചെയ്യാം, ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ഫിഗർ വരച്ച് ഷെയ്ഡ് ചെയ്തേ. ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്തിട്ട് റീജിയൻ്റെ അകത്തുകൂടെ നമുക്ക് എപ്പോഴും നമ്മൾ സാധാരണ എപ്പോഴും വെർട്ടിക്കൽ ലൈനാണ് വരയ്ക്കുന്നത്. വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ എല്ലായിടത്തും ഒരുപോലെയാണ്. അത് ഇവിടെ എൻ്റർ ചെയ്ത് ഇവിടെ ലീവ് ചെയ്യുന്നു. ഇവിടുത്തെ വിയുടെ വാല്യൂ, വിയുടെ വേരിയേഷനാണ്. നമ്മൾ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് വി ആണ്. അവിടെ വി എന്ന് പറയുന്നത്
സീറോ അല്ലേ, ഈ ആക്സിസിൽ വി സീറോയാണ്. ഇവിടെയോ വി എന്ന് പറയുന്നത് 1 മൈനസ് യു ആണ്. ഇവിടെ വി സീറോയാണ്, ഇവിടെ വി എന്ന് പറയുന്നത് 1 മൈനസ് യു ആണ്. ഇനി യുവിൻ്റെ വേരിയേഷൻ യു ഇവിടെ 0, ഇവിടെ യു, ഇവിടെ റൈറ്റ് മോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്, അവിടെ യു ഈക്വൽ ടു 1. അപ്പോൾ യു വേരീസ് ഫ്രം 0 to 1. Therefore, double integral over R f of uv dA is equal to integral 0 to 1 integral 0 to 1 minus u v minus root u. ആദ്യം v വെച്ചിട്ട് പിന്നെ u വെച്ചിട്ട്. അപ്പം ഇൻ്റഗ്രൽ 0 to 1 വി എ ചെയ്യുമ്പം v²/2 മൈനസ് റൂട്ട് യു വി, റേഞ്ച് 0 to 1 മൈനസ് യു ഡി യു. അപ്പോൾ 0 to 1 മൈനസ് യു ദ ഹോൾ സ്ക്വയർ/2 മൈനസ് 1 മൈനസ് യു ഇൻറ്റു റൂട്ട് യു. വിക്ക് 1 മൈനസ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0. ഇനി സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തേത് നമുക്ക് ഇൻ്റഗ്രൽ 0 to 1 മൈനസ് 2u പ്ലസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മൈനസ് റൂട്ട് യു. അടുത്തത് മൈനസും മൈനസും കൂടെ പ്ലസ് യു റൂട്ട് യു എന്ന് പറയുമ്പം യു റേസ് ടു 3/2. റൂട്ട് യു എന്ന് പറയുന്നത് യു റേസ് ടു ഹാഫ് ആണ്. അപ്പോൾ നമുക്കിതിനെ യു റേസ് ടു ഹാഫ് പ്ലസ് യു റേസ് ടു 1 ഇൻറ്റു യു റേസ് ടു ഹാഫ് യു റേസ് ടു 3/2 ഡി യു. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തേത് 1/2 കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. ആദ്യത്തെ ടേമിൻ്റെ 1ൻ്റേത് 2 മൈനസ് 2u²/2 പ്ലസ് u³ 3. ഇതാണ് 1/2 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ. മൈനസ് യു റേസ് ടു ഹാഫിൻ്റേത് യു റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2. അടുത്തത് യു റേസ് ടു 3/2ൻ്റേത് യു റേസ് ടു 5/2 ഡിവൈഡഡ് ബൈ 5/2. റേഞ്ച് 0 to 1 വരും. അപ്പോൾ യു റേസ് ടു ഹാഫിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് യു റേസ് ടു ഹാഫ് പ്ലസ് 1 ഡിവൈഡ് ബൈ 1/2 പ്ലസ് 1. യു റേസ് ടു 3/2ൻ്റെ യു റേസ് ടു 3/2 പ്ലസ് 1 ഡിവൈഡ് ബൈ 3/2 പ്ലസ് 1. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1, ഈ 2 ക്യാൻസൽ ചെയ്തു, 1 മൈനസ് 1 പ്ലസ് 1/3. ഇവിടെ മൈനസ് 2/3 ഇൻറ്റു 1 പ്ലസ് 2/5 ഇൻറ്റു 1, ലോവർ ലിമിറ്റ് 0. അപ്പോൾ 1/2, 1ഉം 1ഉം 0. അപ്പോൾ 1/2 ഇൻറ്റു 1/3 മൈനസ് 2/3 പ്ലസ് 2/5. അപ്പം 1/6 മൈനസ് 2/3 പ്ലസ് 2/5. എൽ സി എം നമുക്ക് 15 എടുക്കാം. 15 പറ്റിയില്ല, 6 ഉണ്ടല്ലോ അല്ലേ. 6ൻ്റെയും 5ൻ്റെയും കൂടെ വരുമ്പം 30. 5 മൈനസ് 20 പ്ലസ് 12. അപ്പം മൈനസ് 3/30 എന്ന് വരും. 5 പ്ലസ് 12 17 മൈനസ് 20 എന്ന് പറയുമ്പോൾ മൈനസ് 3/10, അല്ലെങ്കിൽ ആൻസർ മൈനസ് 1/10 എന്ന് വരും. മൈനസ് 1/10. ഇവിടെ ഒരു ചേഞ്ച് നമുക്ക് ആകെയുള്ളൂ. നമ്മൾ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് യുവും വിയും ആണെന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ആണ് -2 to 0 -2 to 0 ഇൻ്റഗ്രൽ വി ടു മൈനസ് വി ടു ഡി പി ഡി വി. അപ്പം പിയും വിയും ആണ് ഇവിടുത്തെ വേരിയബിൾ. നമുക്ക് ഇഷ്ടമുള്ള വേരിയബിളൊക്കെ വരാം, എക്സും വൈയും വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പം നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു -2 to 0. ആദ്യം പി വെച്ച് ഡി പി എന്ന് പറയുമ്പോൾ അത് പി വെച്ചിട്ട് ചെയ്യാനാണ്. പി വെച്ച് 2നെ ചെയ്യുമ്പോൾ 2 കോൺസ്റ്റൻ്റ് ആണ്. 2p ഫ്രം വി ടു മൈനസ് വി ഡി വി എന്ന് വരും. സോ -2 to 0 2 ഇൻറ്റു മൈനസ് വി മൈനസ് 2 ഇൻറ്റു വി ഡി വി എന്ന് വരുമല്ലോ. അപ്പം അത് -2 to 0 -2v എന്ന് പറയുമ്പോൾ -4v dv.
വിച്ച് ഈസ് ഈക്വൽ ടു -4 ഇൻറ്റു v²/2 റേഞ്ച് -2 to 0. അപ്പം -4ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ -2 v² എന്ന് പറയുമ്പം 0 ലോവർ ലിമിറ്റ് വരുമ്പം 2². -2യുടെ സ്ക്വയറും 2² സെയിം ആണ്. അപ്പോൾ അത് -4 വരും. അപ്പം -4 ഇൻറ്റു -2 ആൻസർ നമുക്ക് 8 എന്ന് വരും. ഇവിടെ -2 ഇവിടെ -4. -2 ഇൻറ്റു -4 8 വരും. അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. എക്സും വൈയും അല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ. 13th ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ്. -π/3 to π/3 ഇൻ്റഗ്രൽ 0 to sec t 3 cos t du dt. ആദ്യം u വെച്ചിട്ട് ചെയ്യാനാണ്. അപ്പം t കോൺസ്റ്റൻ്റ് ആണ്. അപ്പം -π/3 to π/3 3 t കോൺസ്റ്റൻ്റ് ആണ്. du ചെയ്യുമ്പം u, അപ്പോൾ അത് 0 to sec t വരും dt. അത് -π/3 to π/3 3 cos t ഇൻറ്റു sec t -0 ആയതുകൊണ്ട് sec t -0 എന്ന് പറയുമ്പോൾ sec t dt. ഇനി കോസും സീക്കും നമുക്കറിയാം. സീക്ക് എന്ന് പറയുന്നത് എന്താണ്? 1/cos -11/3 to 11/3 3 cos t ഇൻറ്റു 1/cos t. കാരണം sec t എന്ന് പറയുന്നത് 1/cos ആണ്. അപ്പോൾ നമുക്കത് എന്ത് വരും? -π/3 to π/3 3 dt എന്ന് വരും. കോസ്റ്റിയും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പം 3 ഇൻറ്റു ടി റേഞ്ച് -π/3 to π/3. അപ്പം 3 ഇൻറ്റു π/3 -π/3. അപ്പോൾ അത് +π/3 വരും. അപ്പം 3 ഇൻറ്റു 2π/3 ആൻസർ 2π എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2π ആണ്. അപ്പോൾ ഇവിടെ കോസും സീക്കും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്ന് അറിയത്തില്ലെങ്കിൽ പിന്നെ നമ്മളിത് വെച്ചുകൊണ്ടിരിക്കും. അപ്പം കോസും സീക്കും തമ്മിൽ റിലേഷൻ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ട്രിഗ്നോമെട്രി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സീക്ക് ടി എന്ന് പറയുന്നത് 1/cos ആണ്. ആ ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്നത് കിട്ടും. അപ്പോൾ ആൻസർ 2π എന്ന് കിട്ടി. 14th ക്വസ്റ്റ്യൻ. ഇവിടെ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. Sketch the region of integration. Sketch the region of integration and write an equivalent double integral with the order of integration reversed. Sketch the region of integration and write an equivalent double integral with the order of integration reversed. With the order of integration reversed. Integral 0 to 1, integral 2 to 4 minus 2x. ഒരെണ്ണം കൂടി ഉണ്ട്. ഇൻ്റഗ്രൽ 0 to 1, ഇൻ്റഗ്രൽ y to √y. രണ്ടും റീജിയൻ സ്കെച്ച്. ഇവിടെ dy dx, ഇവിടെ dx dy. ഈ രണ്ട് ക്വസ്റ്റ്യനും ചെയ്യാൻ പറഞ്ഞേക്കുന്നത് റീജിയൻ സ്കെച്ച് ചെയ്തിട്ട് ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ റിവേഴ്സ് ചെയ്യാൻ, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് സ്കെച്ച് ചെയ്തിട്ട് ഓർഡർ ഒന്ന് റിവേഴ്സ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തേത് നോക്കാം. 14th one എന്ന് പറയുന്നത് 2 less than or equal to y less than or equal to 4 minus 2x 0 less than or equal to x less than or equal to 1 എന്നുള്ളതാണ്. അപ്പം നമ്മൾ വൈയുടെ ലിമിറ്റാണ് ആദ്യം കിടക്കുന്നത്. ഇന്നർ ലിമിറ്റ് y ആണ്. അപ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 മൈനസ് 2x. എക്സിൻ്റെ കേസിലാണെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പം വൈയുടെ വാല്യൂ 2നും 4 മൈനസ് 2xനും ഇടയ്ക്ക്, എക്സിൻ്റെ വാല്യൂ 0യ്ക്കും 1നും ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ എക്സ് 0 തൊട്ട് 1 വരെ, അപ്പോൾ അത് എക്സ് ഈക്വൽ ടു 1 എന്നുള്ള ലൈന്. വൈ 1 ഇത് 2 ആണെങ്കിൽ y 2 തൊട്ടുള്ള വാല്യൂസേ ഉള്ളൂ. അത് y ഈക്വൽ ടു 2, ഇത് x ഈക്വൽ ടു 1, ഇത് x ഈക്വൽ ടു 0. ഇനി നമുക്ക് വരയ്ക്കേണ്ടത്
4 മൈനസ് 2x ആണ്. 4 മൈനസ് 2x ഈ 0യ്ക്കും 1നും ഇടയ്ക്ക് 4 മൈനസ് 2xൻ്റെ വാല്യൂസ് നമ്മൾ എക്സ് 0 വരുമ്പം ഇത് 4 ആയിരിക്കും. അപ്പോൾ ഇത് 4 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും അല്ലേ. ഇനി x1 വരുമ്പം 2, x1 വരുമ്പം 2. അപ്പോൾ ഇതാണല്ലേ നമ്മുടെ റീജിയൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? y ഈക്വൽ ടു 2, y 4 മൈനസ് 2x, അപ്പം x ഈക്വൽ ടു 1, x ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഇത് ഈ പോർഷനാണ്. ഈ ഒരു പോർഷൻ നമ്മൾ എല്ലാം കൂടെ വരുന്നത് ഈ ഒരു പോർഷനല്ലേ. y ഈക്വൽ ടു 2 തൊട്ടേ ഉള്ളൂ. 4 മൈനസ് y എന്ന് പറയുന്നത് ഇത് y ഈക്വൽ ടു 4 മൈനസ് 2x, y ഈക്വൽ ടു 2, y ഈക്വൽ ടു 4 മൈനസ് 2x. ഇത് x ഈക്വൽ ടു 0, ഇത് x ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ റീജിയൻ ഇതൊന്ന് ഷെയ്ഡ് ചെയ്യുകയാണ്. ഇനി നമ്മളോട് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വൈക്ക് വേരിയബിൾ ലിമിറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് വേരിയബിൾ ലിമിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ റീജിയൻ്റെ അകത്തുകൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇവിടെ x ഈക്വൽ ടു 0, ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി 4 മൈനസ് y ബൈ 2 ചെയ്യണ്ടേ? കാരണം y ഈക്വൽ ടു 4 മൈനസ് 2x ആണ്. അതിൽ നിന്ന് 2x ഈക്വൽ ടു 4 മൈനസ് y, x ഈസ് ഈക്വൽ ടു 4 മൈനസ് y ബൈ 2. അപ്പോൾ എക്സ് 0 തൊട്ട് പുതിയ റേഞ്ച് 0 തൊട്ട് 4 മൈനസ് y ബൈ 2. ഇനി വൈയുടെ റേഞ്ച് കാണാൻ വേണ്ടി നമ്മൾ ഇവിടെ നോക്കുക. ഇവിടുത്തെ വൈയുടെ വാല്യൂ 2, y 2 തൊട്ട് ഇവിടെ ടോപ്പ് മോസ്റ്റിലെ വൈയുടെ വാല്യൂ, ഇവിടുത്തെ വൈയുടെ വാല്യൂ കാണാൻ വേണ്ടി ഇത് നമ്മൾ 4 0 എന്നുള്ള പോയിൻ്റാണ്. അപ്പോൾ y ഈക്വൽ ടു 4. അപ്പോൾ y വേരീസ് ഫ്രം 2 to 4 എന്ന് വരും. അപ്പോൾ നമ്മുടെ പുതിയ ഇൻ്റഗ്രേഷൻ എന്തായിരിക്കും? ഇൻ്റഗ്രൽ 2 to 4. ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് എഴുതിയതാണ്. നിങ്ങൾ എഴുതുമ്പം ഒന്ന് മാറ്റി എഴുതാം. നിങ്ങൾ എഴുതുമ്പം ദിസ് വൺ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ അടിയിലോട്ട് എഴുതും. ഇപ്പോൾ റേഞ്ച് കിട്ടിയത് മനസ്സിലായില്ല. നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. ആദ്യം റീജിയൻ സ്കെച്ച് ചെയ്തു. നമുക്ക് വൈക്കാണ് വേരിയബിൾ ലിമിറ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എക്സിന് വേരിയബിൾ ലിമിറ്റാണ്. റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞാൽ എക്സിന് വേരിയബിൾ ലിമിറ്റ് ആക്കണം. അതാണ് മെയിനായിട്ട് ഓർക്കേണ്ടത്. വൈക്ക് വേരിയബിൾ ലിമിറ്റ് ഉള്ളതിനെ എക്സിലോട്ട് കൺവേർട്ട് ചെയ്യുക. എക്സിന് വേരിയബിൾ ലിമിറ്റ് ആക്കാൻ വേണ്ടി ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. റീജിയൻ്റെ അകത്തൂടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ അത് റീജിയനിൽ എൻ്റർ ചെയ്യുന്ന പോയിൻ്റ് ഇവിടെ, ലീവ് ചെയ്യുന്ന പോയിൻ്റ് ഇവിടെ. ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ 0, ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ 4 മൈനസ് y ബൈ 2. നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞ് ഫൈനലായിട്ട് ഇതിൻ്റെ അടിയിലോട്ട് എഴുതണം. ഇൻ്റഗ്രൽ 0 to 1, ഇൻ്റഗ്രൽ 2 to 4 മൈനസ് 2x dy dx ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2, ഇൻ്റഗ്രൽ 0 to 2 അല്ല, ഇൻ്റഗ്രൽ 2 to 4. അപ്പോൾ ഔട്ടർ ലിമിറ്റ് നമ്മൾ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ് കൊടുക്കേണ്ടത്. ഇൻ്റഗ്രൽ 2 to 4, എക്സിൻ്റേത് 0 to 4 മൈനസ് y ബൈ 2 dx dy. അപ്പം ഞാനിത് സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം നമ്മൾ എപ്പോഴും യൂണിവേഴ്സിറ്റിക്ക് പേപ്പർ നോക്കുമ്പം ഓർഡർ റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞാൽ ചിലർ ഇത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തിരിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓർഡർ റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ റീജിയൻ സ്കെച്ച് ചെയ്തിട്ട് വൈക്ക് വേരിയബിൾ ലിമിറ്റ് കിടക്കുന്നതിനെ എക്സിൻ്റെ വേരിയബിൾ ലിമിറ്റോട്ട് കൺവേർട്ട് ചെയ്യുക. അല്ലെങ്കിൽ എക്സിന് വേരിയബിൾ ലിമിറ്റ് കിടക്കുന്ന സാധനത്തിനെ വൈക്ക് വേരിയബിൾ ലിമിറ്റോട്ട് കൺവേർട്ട് ചെയ്യുക. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. അപ്പം ചെയ്യേണ്ട പ്രോസസ്സ് എന്താ? നമുക്ക് ഇവിടെ ഇത് കാണുമ്പം മനസ്സിലാവും ഇത് വൈക്കാണ് വേരിയബിൾ ലിമിറ്റ്. വൈക്കാണ് വേരിയബിൾ ലിമിറ്റ് എങ്കിൽ എക്സിന് വേരിയബിൾ ലിമിറ്റ് ആക്കാൻ വേണ്ടി ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുമോ ശ്രമിച്ച് നോക്കുക. നിങ്ങൾ ഇത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? y ആണ് 0 തൊട്ട് 1 വരെ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സിൻ്റെ കേസിൽ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് y. അപ്പം നമുക്ക് ഫിഗർ വരയ്ക്കുമ്പോൾ y ഈക്വൽ ടു 0, ഇത് y ഈക്വൽ ടു 1. ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് x ഈക്വൽ ടു y ഉണ്ട് അല്ലേ. y ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ x ഈക്വൽ ടു y എടുക്കുവാണെങ്കിൽ ഇത് നമ്മുടെ x ഈക്വൽ ടു y. അപ്പോൾ ഈ പോയിൻ്റ് എന്ന് പറയുന്ന 1 1 എന്നുള്ള പോയിൻ്റ് ആയിരിക്കും അല്ലേ. 1 1 എന്നുള്ള പോയിൻ്റ് ആയിരിക്കും. ഇനിയുള്ളത് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് y ആണ്. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് y എന്ന് പറയുമ്പം അതൊരു പരാബോളയുടെ ഫോമിലുള്ള സാധനമല്ലേ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് y എന്ന് പറയുമ്പോൾ അതൊരു പരാബോളയുടെ ഫോമിലാണ് വരുന്നത്. എക്സ് ഈക്വൽ ടു റൂട്ട് y, അപ്പം എക്സ് സ്ക്വയർ ഈക്വൽ ടു y ഫോമിലാണ് വരുന്നത്. ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു y വരച്ചു. അപ്പം നമുക്ക് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് y. അപ്പോൾ
അപ്പോൾ ഈ പരാബോള എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന പരാബോളയാണ്, ഇങ്ങനെ വരുന്ന പരാബോളയാണ്. അപ്പം പരാബോള എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. അത് എക്സ് ഈക്വൽ ടു റൂട്ട് വൈ, ഇത് എക്സ് ഈക്വൽ ടു വൈ. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ തൊട്ട് എക്സ് ഈക്വൽ ടു റൂട്ട് വൈ വരെ, വൈ ഈക്വൽ ടു 0ക്കും വൈ ഈക്വൽ ടു 1നും ഇടയ്ക്കത്തെ പോർഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ റീജിയൻ നിങ്ങളൊന്ന് ലൈറ്റായിട്ട് ഈ ഒരു റീജിയൻ ഷെയ്ഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ റീജിയൻ എക്സ് ഈക്വൽ ടു വൈ, എക്സ് ഈക്വൽ ടു റൂട്ട് വൈ, 0ക്കും 1നും ഇടയ്ക്ക്. അപ്പം നമുക്ക് റീജിയൻ ഇതാണ് വരുന്നത്. അപ്പോൾ റീജിയൻ ഷെയ്ഡ് ചെയ്തോ? റീജിയൻ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വേരിയബിൾ ലിമിറ്റ് എക്സിനാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, വൈക്ക് വേരിയബിൾ ലിമിറ്റ് ആക്കണം. വൈക്ക് വേരിയബിൾ ലിമിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കണം. വൈക്ക് വേരിയബിൾ ലിമിറ്റ് കിട്ടാൻ വേണ്ടി റീജിയൻ്റെ അകത്ത് കൂടെ നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കും. അത് എൻ്റർ ചെയ്യുന്നത് ഇവിടെ, ലീവ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറാണ്. അപ്പം വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ തൊട്ട് എക്സ് വരെ. വൈ ഇവിടുത്തെ വാല്യൂ നോക്കുക, എൻ്റർ ചെയ്യുന്ന. അപ്പോൾ ഇത് നിങ്ങൾ റെഡ് കളറിലൊന്ന് മാർക്ക് ചെയ്യണേ. റെഡ് ലൈൻ വെച്ച് ഒരു വെർട്ടിക്കൽ ലൈൻ. നമുക്ക് വൈക്കാണ് വേരിയബിൾ ലിമിറ്റ്. നിങ്ങൾ ഈ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ തിരിക്കുന്ന പ്രോബ്ലം എന്തായാലും ഒരെണ്ണം ചോദിക്കുന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പം സംശയമുള്ളവർ വീണ്ടും വീണ്ടും വീഡിയോ കാണുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഓർഡർ തിരിക്കാൻ വേണ്ടിയാണ്. ഇവിടുത്തെ ലിമിറ്റ് ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സിനാണ് വേരിയബിൾ ലിമിറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വൈക്ക് വേരിയബിൾ ലിമിറ്റ് ആക്കണം. വൈക്ക് വേരിയബിൾ ലിമിറ്റ് ആക്കാൻ വേണ്ടി ഒരു വെർട്ടിക്കൽ ലൈൻ നമ്മൾ റീജിയൻ്റെ അകത്തൂടെ വരച്ചു. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു റൂട്ട് വൈയും എക്സ് ഈക്വൽ ടു വൈയും ആയിരുന്നു നമ്മുടെ പോയിന്റ്. അപ്പോൾ വൈയുടെ ടേംസിൽ പറയുമ്പം വൈ ഈക്വൽ ടു എക്സ് സ്ക്വയറും വൈ ഈക്വൽ ടു എക്സും. അപ്പോൾ എക്സ് സ്ക്വയർ തൊട്ട് എക്സ് വരെ. ഇനി എക്സിൻ്റെ ലിമിറ്റ് വേണം. എക്സിൻ്റെ ലിമിറ്റ് നമുക്കറിയാം, ലെഫ്റ്റ് മോസ്റ്റ് പോർഷൻ വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്, എക്സ് ഈക്വൽ ടു 0. ഇനി റൈറ്റ് മോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയല്ലേ വരുന്നത്, ഇവിടെ 1 1 എന്നുള്ള പോയിന്റ് ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു 1. therefore integral 0 to 1 integral y to root y dx dy is equal to integral 0 to 1 integral x square to x dy dx. ഇതാണ് ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ തിരിക്കാൻ പറയുമ്പോൾ ചെയ്യേണ്ടത്. ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ടു എക്സ് dy dx എന്ന് വന്നു. ഓക്കെ.